എല്ലാ പേർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സമോസയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ക്യാരറ്റ്, 2 സവോള, 3 ബീൻസ്, 2 പച്ചമുളക് ഇതെല്ലാം കൂടി ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരുമിച്ച് തന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉപ്പും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുക. കാശ്മീരി മുളക് പൊടിയല്ല, സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാവൂ. ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ മസാലയുടെ പച്ചച്ചുവയ്ക്ക് മാറുന്നതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കുക. എങ്കിൽ എല്ലായിടത്തും മിക്സ് ആകത്തുള്ളൂ. ഈ മസാലകളൊക്കെ എല്ലാം പിടിച്ച് ഒന്ന് ചേർന്ന് വരത്തുള്ളൂ. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നല്ല അടച്ച് വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ പെരിഞ്ജീരകം കുറച്ചുകൂടി ഞാൻ ചേർക്കുകയാണ്. കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിട്ട് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രോസൺ ആണെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇതിന് ശേഷം നമ്മൾ സമോസ ഷീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഗോതമ്പ് സമോസ ഷീറ്റാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എണ്ണയിൽ വറുത്ത് കോരി എടുത്തതിന് ശേഷം പൊടിച്ച് ഈ മിക്സിയിലോട്ട് ചേർത്ത് കൊടുത്താൽ ഈ കൂട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ആകും. ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഗോതമ്പിലുള്ള ഷീറ്റ് കോണാക്കി മടക്കിയതിന് ശേഷം അതിലോട്ട് മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൈദയുടെ പേസ്റ്റ് കൊണ്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക എല്ലാ സൈഡും കേട്ടോ. അത് മടക്കുന്ന വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാക്കണം. എന്നിട്ട് ഇതിട്ട് കൊടുക്കുക. നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാവൂ. ഇതിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 2 സൈഡും മറിച്ചിട്ട് നമ്മൾ ഒരു സൈഡ് പാകമാകുമ്പോൾ ഒന്നും കൂടി മറിച്ചെടുക്കുക. 2 സൈഡും വേവിച്ചെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നല്ലതുപോലെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കുക എണ്ണയിൽ നിന്നും. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നമ്മുടെ സമോസ റെഡിയായിട്ടുണ്ട്. രുചികരമായ സമോസ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.